ബിജെപി വിട്ട് മുൻ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ ഡൽഹിയിലെത്തിയ അണ്ണാമലൈ 5 പേജ് രാജിക്കത്ത് ദേശീയ നേതൃത്വത്തിന് കൈമാറി. അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയ അണ്ണാമലയെ അനുനയിപ്പിക്കാനുള്ള ശ്രമം ബിജെപി ആരംഭിച്ചു. കിരൺ ബാബു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. കിരൺ, അണ്ണാമലൈ ബിജെപി വിടുന്നുവെന്ന് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അഭ്യൂഹമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി. ഇപ്പോൾ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അണ്ണാമലൈ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്താണ്? അനുനയ നീക്കം എങ്ങനെയാണ് നടക്കുന്നത്? അസാധാരണമായ ഒരു രാജ്യത്തിലേക്കാണ് തമിഴ്നാട് മുൻ ബി.ജെ.പി. അധ്യക്ഷൻ അണ്ണാമലൈ നീങ്ങുന്നത്. അണ്ണാമലൈ കഴിഞ്ഞ ദിവസം ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിബിൻ നബീലിനെ കണ്ട് അദ്ദേഹത്തിന് രാജിക്കത്ത് കൈമാറി എന്നതാണ്. പക്ഷേ അത്തരം വാർത്ത ബി.ജെ.പിയോ അണ്ണാമലയോ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്ന് 4 മണിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി അണ്ണാമലൈ ചർച്ച നടത്തുന്നുണ്ട്. അണ്ണാമലൈ മാന്യമായി തന്നെ പാർട്ടിയുമായി നേതാക്കളുമായി ചർച്ച നടത്തി പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നതാണ്. തനിക്ക് ഇനി ബി.ജെ.പിയിൽ ഭാവിയില്ല എന്നാണ് അണ്ണാമലൈ കാണുന്നത്. നേരത്തെ തന്നെ നയനാർ നാഗേന്ദ്രയെ ബി.ജെ.പി. തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനായി നിയമിച്ചതിന് ശേഷം അണ്ണാമലൈ അങ്ങനെ സജീവമായിരുന്നില്ല. രാഷ്ട്രീയത്തിൽ ബി.ജെ.പി. വേദികളടക്കം അത്ര സജീവമായിരുന്നില്ല. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ബി.ജെ.പിക്ക് അവിടെ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടയിൽ അണ്ണാമലൈ മറ്റൊരു മൂവ്മെൻറ്റ്, ദ്രാവിഡ പാർട്ടികൾക്ക് ബദലായി മറ്റൊരു മൂവ്മെൻറ്റിന് നേതൃത്വം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ചില അഭ്യൂഹങ്ങളും വാർത്തകളുമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിലൊന്നും എന്നാൽ ഈ വാർത്തകൾ നിഷേധിക്കുകയോ അല്ലെങ്കിൽ ഈ വാർത്തകൾ അംഗീകരിക്കുകയോ ചെയ്യുന്നൊരു നിലപാട് ഇതുവരെയും അണ്ണാമലൈ സ്വീകരിച്ചിട്ടില്ല. ഇന്ന് അമിത്ഷായുമായി 4 മണിക്ക് നടക്കുന്ന ചർച്ചയിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ഒന്നുകിൽ അണ്ണാമലൈ ബി.ജെ.പിയുമായി വഴിപിരിഞ്ഞു പോകും, അല്ലെങ്കിൽ അണ്ണാമലൈ ബി.ജെ.പിയുടെ അനുനയത്തിന് വഴങ്ങും എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. നേരത്തെ ബി.ജെ.പി. അണ്ണാമലയ്ക്ക് രാജ്യസഭാംഗത്വം വാഗ്ദാനം ചെയ്തിരുന്നു എന്നുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അണ്ണാമലൈ അങ്ങനെ രാജ്യസഭാംഗത്വം കൊണ്ട് താൻ ഈ പാർട്ടിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള നിലപാടിലാണ്. ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിലേക്കോ കേന്ദ്ര മന്ത്രിസഭയിലേക്കോ കൊണ്ടുവരുന്ന വിഷയമടക്കം പരിഗണനയിലുണ്ട് എന്നുള്ള ചില സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിലൊന്നും തന്നെ അണ്ണാമലയോ അല്ലെങ്കിൽ അണ്ണാമലയുമായി അടുത്തു നിൽക്കുന്ന ആളുകളോ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വമോ ഒരു പ്രതികരണത്തിന് ഇപ്പോഴും തയ്യാറായിട്ടില്ല. ബി.ജെ.പിക്കും അണ്ണാമലയ്ക്കും ഇടയിൽ അതിശക്തമായ വിയോജിപ്പുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തം. കാരണം ഈ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴും ഒരിക്കൽ പോലും അണ്ണാമലൈ അക്കാര്യങ്ങളൊന്നും നിഷേധിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. തനിക്ക് മറ്റ് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്, തൻ്റെ മറ്റു ചില രീതിയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള മറ്റുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇന്ന് 4 മണിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി അണ്ണാമലൈ നടത്തുന്ന ചർച്ച ഏറ്റവും നിർണായകമാണ്. അത് കൂടിക്കാഴ്ച വളരെ നിർണായകമാണ്. അമിത്ഷായുമായി വൈകിട്ട് 4 മണിക്കാണ് ചർച്ച. എന്താണ് അണ്ണാമലയുടെ മനസ്സിൽ ഉള്ളത്? ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിലേക്കാണോ അതോ കേന്ദ്രമന്ത്രി സ്ഥാനമാണോ എന്നത് സംബന്ധിച്ചും ധാരണയില്ല. എന്തായാലും വൈകിട്ട് 4 മണിക്ക് ശേഷം ഒരു അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കിരൺ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.